ഹായ്, എല്ലാവർക്കും പുതിയ സിനിമ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്നും നമ്മുടെ പാട്രിയോട്ട് തന്നെ. പാട്രിയോട്ട്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്നല്ല, എല്ലായിടത്തും പാട്രിയോട്ടിൻ്റെ തന്നെ. ഇന്നലെ രാവിലെ 9 മണിക്ക് തുടങ്ങിയ പ്രീസെയിൽ ബുക്കിംഗ് മലയാള സിനിമയുടെ റെക്കോർഡിലോട്ട് പോയിട്ടുണ്ട്. 8 കോടിയാണ് ഇന്നലത്തോടെ മാത്രം അതിൻ്റെ പ്രീസെയിൽ ബുക്കിംഗ്. 8 കോടി ഒരു മലയാള സിനിമയുടെ റെക്കോർഡാണത്. ഹൈപ്പില്ല, പ്രമോഷനില്ല, ഒന്നില്ല എന്ന് പറഞ്ഞുകൊടുത്ത് അടിച്ച് കയറ്റി വിട്ടില്ലേ മമ്മൂക്ക. എന്തായാലും മലയാള സിനിമ കാണാൻ പോകുന്നത് 100 കോടിയില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയവന്മാർക്കിടയിൽ 100 അല്ല, 200 അല്ല, 300 അല്ല, ചിലപ്പോൾ അതിന് മുകളിലും ഈ സിനിമ നേടിയാൽ അത്ഭുതപ്പെടാനില്ല. ആ ഒരു രീതിയിലുള്ള ഒരു മലയാളത്തിൽ നിന്നുള്ളൊരു ബ്രഹ്മാണ്ഡ ചിത്രം തന്നെയാണ്. സാധാരണഗതിയിലുള്ള ഒരു മാസ് ചിത്രങ്ങളെ പോലെ അടിയിടി അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരിയേറിയുന്ന ആ ഒരു രീതിയിലല്ല ഈ സിനിമയുടെ ഒരു പോക്ക്. മമ്മൂക്ക കൂടാതെ ലാലേട്ടനും ഫഹദ് ഫാസിലും ചാക്കോച്ചനും നയൻതാരയും രേവതിയും അങ്ങനെ ഒരു പിടി താരങ്ങൾ അഭിനയിക്കുന്ന ഈ ചിത്രത്തിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആണ്. കാരണം ഈ സിനിമ മലയാളത്തിൻ്റെ ഒരു ബെഞ്ച് മാർക്ക് ആവും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. മെയ് 1 ലോകമെമ്പാടും റിലീസ് ചെയ്യുക. രാവിലെ 9:15 ഫസ്റ്റ് ഷോ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ പിന്നെ ചില ആളുകൾക്കിടയിൽ സംശയം എന്താ വെച്ചാൽ, ഇത് മമ്മൂക്ക മൂവി അല്ല, ഇത് ലാലേട്ടൻ്റെ മൂവിയാന്നൊക്കെ പല ആളുകളും പറഞ്ഞ് പരത്തിയിരുന്നു. അതിപ്പോഴല്ല, അദ്ദേഹത്തിൻ്റെ അസുഖം ആ ടൈമിൽ. ഇതിൻ്റെ ഡയറക്ടർ തന്നെ അദ്ദേഹം വന്ന് പറഞ്ഞതിൽ നായകൻ മമ്മൂക്ക, അതായത് ഈ കഥയുമായിട്ട് ആദ്യം ചെന്നത് മമ്മൂക്കയുടെ അടുത്താണ്. പിന്നീടാണ് ബാക്കിയുള്ള താരങ്ങളൊക്കെ വന്നുപെട്ട്. ഈ സിനിമയുടെ ലാസ്റ്റ് ഘട്ടത്തിലാണ് നമ്മുടെ ലാലേട്ടൻ്റെ ആ ഒരു എൻട്രി തന്നെ വരുന്നത്. അതായത് സിനിമയിലല്ല, ഈ ഒരു സിനിമയിലോട്ടുള്ള അദ്ദേഹത്തിൻ്റെ എൻട്രി ലാസ്റ്റ് ഘട്ടത്തിൽ എല്ലാവരും ആയതിനു ശേഷം അത് അദ്ദേഹം ചെയ്യേണ്ട റോളല്ല, വേറൊരാൾ ചെയ്യേണ്ട റോളാണ്. പിന്നീട് അദ്ദേഹത്തിന് മമ്മൂക്ക സജസ്റ്റ് ചെയ്തിട്ടാണ്. പിന്നെ എങ്ങനെ മമ്മൂക്ക അല്ലാതെ നായകനാവും ഇതിലും. പക്ഷേ ലാലേട്ടൻ ഇതിൽ മെയിൻ റോൾ തന്നെ, അതായത് നല്ലൊരു കഥാപാത്രം. ലാലേട്ടൻ ഇതുവരെ ചെയ്യാത്ത ഒരു രീതിയിലുള്ള കഥാപാത്രം തന്നെയാണ്. പിന്നെ മമ്മൂക്ക ലാലേട്ടൻ കോമ്പിനേഷൻ നമുക്ക് 19 വർഷത്തിന് ശേഷം കാണാവുന്ന, അതും ഒരു സ്ക്രീനിൽ ഇവരെ രണ്ടുപേരും ഒരുമിച്ച് നമുക്ക് കാണുമ്പോഴുള്ള ഒരു പ്രത്യേക ഒരു അനുഭവം ഉണ്ടല്ലോ. അത് രണ്ട് ഫാൻസിന് ഒരുമിച്ചിരുന്ന് ഇങ്ങനെ കാണുമ്പോൾ അത് പ്രത്യേക. എന്തായാലും ഒരാൾ മമ്മൂക്ക ഫാനായിക്കാരം, ഒരാൾ ലാലേട്ടൻ ഫാനായിക്കാം. എന്തായാലും കാണുന്നവരെല്ലാവരും ഈ മമ്മൂക്ക ലാലേട്ടൻ ഫാൻ ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രത്യേക അനുഭവം ഈ സിനിമ നൽകുന്നുള്ളത് ഒരു സംശയം. പിന്നെ ഇത് എന്താ പറയുക, ഒരുപാട് സസ്പെൻസുകളും ഈ ചിത്രത്തിൽ ഒളിച്ചു വെച്ചിട്ടുണ്ട്. അതൊന്നും അവർ റിവീൽ ചെയ്തിട്ടില്ല. റിവീൽ ചെയ്യാന്ന് വെച്ചാൽ അത് സ്പോയിലറായി പോകും. അവർ ചെറിയ സിനിമയാണ്, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ സിനിമ വലിയൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയുടെ ബുക്കിംഗ് ഇങ്ങനെ അമ്മാതിരി പോക്ക് പോണ്. ഇനിയും ദിവസം ബാക്കിയാണ്. ഇന്ന് 29, ഇനി 29, 30 2 ദിവസമുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് വരും. അതും ഹോളിഡേ ആണ് വരുന്നത്. മെയ് 1 ഹോളിഡേ ആണ്, അതിനുശേഷം സെക്കൻഡ് സാറ്റർഡേ ആണ്, പിന്നെ സൺഡേ ആണ്. അപ്പം നല്ല ടൈമാണ് സിനിമക്ക്. ഇനി കളിയാക്കിയവന്മാർക്കുള്ള മറുപടിയായിട്ടാവും പാട്രിയോട്ട് നമുക്ക് മുമ്പിൽ അവതരിക്കുക. മലയാള സിനിമയുടെ പാട്രി ആർക്കാണ് നമ്മുടെ മമ്മൂക്ക. അപ്പോൾ നമുക്ക് ഈ പാട്രി ആർക്കിൻ്റെ പാട്രിയോട്ടിസം ഒന്ന് കാണണ്ടേ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക. എല്ലാവരുടെയും അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് സജസ്റ്റ് ചെയ്യുക. എല്ലാവരും വെയിറ്റ് ചെയ്യുക പാട്രിയോട്ടിന് വേണ്ടി, മെയ് 1 വേണ്ടി. ഓക്കെ.